ഗൈസ് എനിക്ക് നാട്ടിലെത്തിയിട്ട് കാര്യമായിട്ടൊന്ന് മമ്പുറത്ത് പോയിട്ട് നല്ലോണം ഒന്ന് ഉയ്യണം എന്നുണ്ട്. കാരണം എന്താ വെച്ചാലേ ഞാൻ നിങ്ങളോട് പണ്ടൊരു വീഡിയോ ഇട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല. ഞാൻ ചോർ ബസാറിൽ പോയപ്പോൾ അവിടുത്തെ മെയിൻ കള്ളനെ പോലീസ് പൊക്കി, അങ്ങനെ മാർക്കറ്റ് കിട്ടിയില്ല. പിന്നെ ഡൽഹിക്ക് ആദ്യമായിട്ട് പോയപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ കൂടി. കശ്മീർക്ക് ആദ്യമായിട്ട് പോയപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ മഞ്ഞൊന്നായിട്ട് വന്നിട്ട് അവിടെ ആകെ കുടുങ്ങി. അങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞില്ലേ, അയക്കതാ ഒന്നും കൂടി ആഡ് ചെയ്യാൻ ടൈമായി. എന്താ വെച്ചാല് ഈ നേപ്പാളിൽ ഇത്രയും കാലം വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ടെലിഗ്രാം അങ്ങനെ എല്ലാ സംഭവവും ഒരു ബാനും ഇല്ലേനി. ഞാൻ നേപ്പാൾക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റോറി ഇട്ട് ഒരു 2 ദിവസമാണ് കഴിഞ്ഞപ്പോൾ നേപ്പാളിൽ വാട്സപ്പ് ഒക്കെ ബാൻ ചെയ്ത്. നേപ്പാൾ ഗവൺമെന്റ് എത്ര 10, 12, 19 ആപ്പറ്റ ബാൻ ചെയ്ത്. എന്നിട്ട് ഞാൻ നേപ്പാൾ ബോർഡറൊക്കെ കടന്നാണ്ട് ഇത് ആർക്കെങ്കിലും ഒന്ന് വിളിക്കേണ്ടത്, എന്താ ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ നേപ്പാളി പൈസ ആകെ പെട്ടെടുക്കുമ്പോൾ വാട്സപ്പ് മെസ്സേജ് ഇട്ട് പോവില്ല. എന്നിട്ട് ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചിട്ടാ എന്താണ് ഇതെന്താ വാട്സപ്പ് ഇതൊന്നും കിട്ടില്ലല്ലോ. അപ്പൊ ആർക്കും അറിയില്ല, കാരണം ബാൻ ചെയ്തിട്ട് ആകെ 2-3 ദിവസമായിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ ഏതോ ഒരു ബുദ്ധിയുള്ള ഒരുത്തനോട് ചോദിച്ചപ്പോഴാണ് ഓൻ പറഞ്ഞത്, ഭായ് പെട്ടെന്നാണ് ഗവൺമെന്റ് ഒഴിവാക്കിയത്, രണ്ട് ദിവസം മുമ്പ് നേരെ ഫേസ്ബുക്ക് ഒറ്റയടിക്ക് ബാൻ ചെയ്ത്. എന്നാലും എന്തല്ലോ കാരണം, ഇന്ന ഓൾക്ക് പേഴ്സണലി അറിയണോണ്ടാണോ അതോ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടാണോ? എത്ര സങ്കടം. ഇതിങ്ങനെ നമ്മളെ കാരനാന്ന് അറിയുമ്പോ എന്റെ മനസ്സിലുള്ള നിങ്ങൾ ആലോചിക്കണം, എത്ര സങ്കടം ഉണ്ടാവും എനിക്ക്. ഞാൻ അങ്ങോട്ട് വരുമ്പോത്തിന് ഓരോ സ്ഥലത്തും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലേ. എന്നാ വേണ്ട, ഞാൻ നേപ്പാളിൽ നിന്ന് പോവാ. എന്നാലെങ്കിലും ഈ ബാനൊന്നും ഒഴിവാക്കി കളി. ഈ പാവങ്ങൾക്ക് വാട്സപ്പ് ഇല്ല, ഇൻസ്റ്റഗ്രാം ഇല്ല. ഈ നേപ്പാൾ ഗവൺമെന്റിന് ഇങ്ങനെങ്കിലും ഒന്ന് അയച്ചു കൊടുത്താലേ ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ഞാൻ ഇന്ന് എന്തായാലും പോവും. ഇവിടെ വാട്സപ്പ് ഒക്കെ ബാൻ തുറന്നിട്ടാണ്. ഇത് എന്താപ്പത്? ഒരാൾക്കെതിരെ ലോകം മൊത്തം തിരിയല.